Hi everyone, welcome to the day 2 of Delhi. ഇന്ന് നമുക്ക് കാണാനുള്ളത് ലോട്ടസ് ടെമ്പിൾ കാണണം, അക്ഷർധാം ടെമ്പിൾ കാണണം, ജുമാ മസ്ജിദ് കാണണം, ചാന്ദിനി ചോക്ക് പോകണം, പിന്നെ പറ്റിയ കുറച്ച് മാർക്കറ്റ്സ് വിസിറ്റ് ചെയ്യണം. പക്ഷെ എല്ലാത്തിനും കൂടെ സമയം ഉണ്ടാകുമെന്ന് അറിയില്ല. ഓൾസോ ഇവിടെ ട്രാഫിക്കും കാര്യങ്ങളും കാരണം നമുക്കെല്ലാം ഇന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റുന്നറിയില്ല. നമ്മൾ നാളെ ഒരു ഹാഫ് ഡേയും കൂടിയാണ് ഡൽഹിയിലുള്ളൂ. അതേപോലെ നമ്മൾ ഡൽഹിയിൽ നിന്ന് പോവും. സോ അതിന് മുന്നേ കവർ ചെയ്യാൻ പറ്റിയ എല്ലാം കാണണം. സോ ലെറ്റ്സ് ഗോ ടു ഡേ 2. ഹായ്, സോ ഇതാണ് ഫ്രണ്ടിൽ കാണുന്നതാണ് ലോട്ടസ് ടെമ്പിൾ. സോ ഇത് ബഹായിക്കാരുടെ വർക്ക്ഷോപ്പ് സെന്റർ ആണ്. ഇതൊരു ഫ്ലവർ ഷേപ്പാണ്. നമുക്കിത് അടുത്ത് പോയിട്ട് കാണാം. സോ അൺലൈക്ക് ദ യൂഷ്വൽ ടെമ്പിൾസ്, ഇവിടെ നമുക്ക് റിച്വൽസോ പ്രീസ്റ്റോ സ്റ്റാറ്റീസോ ഒന്നും കാണാൻ പറ്റില്ല. സോ ഇവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് എവ്രി വൺ ഇസ് വൺ, അതാണ് ഇവരുടെ കോൺസെപ്റ്റ്. പിന്നെ നമുക്ക് അതുപോലെ ഇതിന് 9 സൈഡ്സ് ഉണ്ട് ആൻഡ് 27 മാർബിൾ സ്റ്റോൺസ് കൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഇറാനിയൻ അമേരിക്കൻ സ്റ്റൈലിലാണ് ഈ സ്ട്രക്ചർ ഉള്ളത്. മെയിൻ എൻട്രൻസിൽ കൂടെ കടക്കുമ്പോൾ തന്നെ നമുക്ക് ലോട്ടസ് ടെമ്പിൾ കാണാൻ പറ്റുമെങ്കിലും നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് നടക്കാനുണ്ട് ഗാർഡൻസിൽ കൂടെ. അങ്ങനെ നമ്മൾ നടന്ന് ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് മെയിൻ നമ്മുടെ ലോട്ടസ് ടെമ്പിൾ കാണാൻ പറ്റും. ആൻഡ് ദെൻ ഇൻസൈഡ് ഇറ്റ്സ് എ മെയിൻ പ്രേയർ ഹാൾ. ഒരു വലിയൊരു ഹാളാണ് വിത്ത് ഓൾ ദ ചെയർസ് അറേഞ്ച്ഡ് ടു എ പെർട്ടിക്കുലർ പില്ലർ. പ്രത്യേകിച്ച് ഇവിടെ രൂപങ്ങളോ സ്റ്റാച്യൂസോ അങ്ങനെയൊന്നുമില്ല. വാട്ട് ഐ പേഴ്സണലി ഫെൽറ്റ്, ഇറ്റ് ലുക്സ് മോർ ലൈക്ക് എ മെഡിറ്റേഷൻ സെൻറ്റർ. ആൻഡ് ദെൻ ഇറ്റ് ഹാസ് എ വെരി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. വാട്ടർ ബോഡീസ് ഉണ്ട്. 9 സൈഡ്സ് ആണ് ലോട്ടസ് ടെമ്പിളിന്. അപ്പോൾ ഓരോ സൈഡിലും നമുക്ക് ഓരോ വാട്ടർ ബോഡീസ് ഉണ്ട്. വീഡിയോ കാണിച്ച പോലെ അവിടെയൊക്കെ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്തത് നമ്മൾ വന്നേക്കുന്നത് ഗാന്ധി ദർശനിലോട്ടാണ്. സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് എ മ്യൂസിയം ആൻഡ് ഇറ്റ്സ് ബിസൈഡ്സ് ആ രാജ്ഘട്ട്. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് നടക്കാനുണ്ട്. നമ്മളിപ്പോൾ രാജ്ഘട്ട് മെമ്മോറിയലിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് നടന്നു വന്നു. അപ്പോൾ ഇനി ഇവിടെ കാണാം എക്സിബിഷൻസ് ഉണ്ട്, ഇനി മെമ്മോറിയൽ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് കാണാം. ഇവിടെ എൻ്റെ പിറകിൽ കാണുന്നത് ഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം ഒക്കെയാണ്. വി ആർ ഗോയിങ് ഇൻസൈഡ് ഓഫ് രാജ്ഘട്ട്. രാജ്ഘട്ട് എന്നാൽ ആർ ഫാദർ ഓഫ് ദ നേഷൻ, മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയൽ പ്ലേസ് ആണ്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ലാസ്റ്റ് വേർഡ്സ് ആയ ഹേ റാം എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നത് എൻട്രൻസിനോട് നേരെയുള്ള പാത്താണ്. ഇതിൽ കൂടെ നടന്നു വന്ന് ചെരുപ്പ് ഊരിയിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറിയത്. അടുത്ത് നമ്മൾ വന്നേക്കുന്ന ഗുരുദ്വാരക്കാണ്. സോ ഇനി അകത്ത് കയറി കാണാം. വീഡിയോ അലൗഡ് ആണെന്ന് അറിയില്ല. അലൗഡ് ആണ്, ഞാൻ എടുത്ത് കാണിച്ചത്. അപ്പൊ ഇൻസൈഡ് നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല, ബട്ട് ഐ ലൈക്ക് ടു പ്ലേ ദി എക്സ്പീരിയൻസ്. അപ്പൊ ഇവിടെ വരുന്നവർ ലേഡീസ് സ്കാർഫ് അല്ലെങ്കിൽ ഷോൾ ഇടണം. അതുപോലെ തന്നെ ജെന്റ്സ് തലയിൽ സ്കാർഫ് കെട്ടണം, വിച്ച് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദ കൗണ്ടേഴ്സ്. പിന്നെ ചെരുപ്പിടാൻ പാടില്ല. ആൻഡ് ദെൻ വെൻ യു എൻറ്റർ, ഫസ്റ്റ് തന്നെ നമ്മളൊരു ചെറിയൊരു സ്പേസിൽ കാല് കഴുകിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് മെയിൻ സ്ഥലത്തേക്ക് കയറാം. അവിടെ ചെന്നിട്ട് വി ഹാവ് ദ മെയിൻ പ്രേയർ ഹാൾ. അവിടെ ഭയങ്കര സൈലന്റ് ആണ് എല്ലാവരും. ലൈക്ക് ഇവിടേക്ക് ഇത് ബേസിക്കലി സിഖ് മതക്കാരുടെ പ്രേയർ ഹാൾ ആണല്ലോ. സോ ഇവിടെ നമുക്ക് സ്റ്റാച്യൂസ് ഒന്നുമില്ല. ദേ ബിലീവ് ഇൻ ഈക്വാലിറ്റി ആൻഡ് സെൽഫ്ലെസ് സർവീസ്. അപ്പോൾ നമ്മൾ പ്രേയർ ചെയ്തതിനു ശേഷം there is a, I don't know what it is called, but there is a pool beside that. അവിടെ പ്രേ ചെയ്തതിനു ശേഷം there is a langar hall. It is basically a service of 24/7 food service. സോ അവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി. ആൻഡ് നൗ വിൽ ഗോ ടു ദ നെക്സ്റ്റ് പ്ലേസ്. സോ നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ജുമാ മസ്ജിദാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് മോസ്ക് ഇൻ ഡൽഹി ആൻഡ് ഇറ്റ്സ് എ മുഗൾ സ്റ്റൈൽ മോസ്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മുഗൾ ഡൈനാസ്റ്റിയുടെ പല ആർക്കിടെക്ചറും കണ്ടു. ആസ് ജുമാ മസ്ജിദ് ഇസ് ഓൾസോ വൺ ഓഫ് എ സിമിലർ ആർക്കിടെക്ചർ. സോ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് മച്ച്. ഐ ലെറ്റ് യു സീ ദ വീഡിയോ ക്ലിപ്സ്. സോ ഇതാണ് മീന ബസാർ. എന്നിട്ട് നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാഗ് കണ്ടോ, രാജ്യ റെഡ് ഫോർട്ട്. ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്താണ് ചാന്ദിനി ചോക്ക്. സോ ഞങ്ങൾ നെക്സ്റ്റ് അതിൽ കൂടെ ഇങ്ങനെ വെറുതെ കുറച്ച് നേരം നടന്നു. ഇതാണ് ചാന്ദിനി ചോക്ക്. ഞങ്ങളവിടെ വെജ് നോൺ വെജും ആയ പല ഫുഡ് ഐറ്റംസ് കണ്ടായിരുന്നു. ലൈക്ക് കബാബ്സ് ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ മുഹമ്മദ് ക സർബത്ത്, കുറേ കടയിൽ അറബി ഡ്രസ്സ് ഇട്ടിട്ട് അവർ നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ കുറച്ച് കടകളും കൂടി എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് പോന്നു. സോ യാ നെക്സ്റ്റ് ഗൈസ്, ഞങ്ങൾ അക്ഷർധാം ടെമ്പിളിലെത്തി. ബാക്കിൽ
ബാക്കിൽ കാണുന്ന പോലെ ദാറ്റ്സ് ദി അക്ഷർധാം ടെമ്പിൾ. ഇതൊരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. മെയിനായിട്ട് സ്വാമി നാരായണനെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇവിടെ 11 feet ടോൾ ആയിട്ടുള്ളൊരു ഗോൾഡൻ സ്റ്റാച്ചു ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വേറൊരു സ്റ്റാച്ചു ഉണ്ട്. ഐ വിൽ ഷോ യു ദാറ്റ് ഇൻ ബാക്ക്. ടെമ്പിളിന്റെ ഫ്രണ്ടിൽ we can see this golden statue as well. ടെമ്പിളിന്റെ അകത്ത് കയറി ഇറങ്ങി. ഇവിടെ ആക്ച്വലി വീഡിയോ അലൗഡ് അല്ല, ബട്ട് ദിസ് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ആർക്കിടെക്ചർ നന്നായിട്ടുണ്ട്, ഇവിടെ ഗാർഡൻസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ അകത്തെ മെയിൻ സ്റ്റാച്ചു ഇസ് വെരി ഗുഡ്. ഐ മീൻ അത് ഗോൾഡൻ കളർഡ് സ്റ്റാച്ചു ആണ്, പക്ഷെ അതിന് ചുറ്റും ഫുൾ സ്റ്റോൺസ് പതിപ്പിച്ചേക്കാണ്, വിച്ച് വാസ് സംതിങ് ന്യൂ ഫോർ മീ ആസ് വെൽ. സോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ ഇവിടെ വരുന്നവരെല്ലാവരും ഇങ്ങോട്ട് വരണം. And with that, we are going to wrap up day 2 and see you tomorrow. Bye. Hi everyone. അപ്പോൾ ഇത് നമ്മൾ 3rd day ആണ്. നമ്മൾ വിചാരിച്ച all major spots we have covered in the first 2 days. And day 3 ഞങ്ങൾ ആക്ച്വലി ഒരു ഹാഫ് ഡേ മാത്രമേ ഡൽഹിയിലുള്ളൂ. ഇന്ന് ബൈ noon we have to travel to Agra. And ഇന്ന് ആക്ച്വലി പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. We have just kept some buffer time so that നമുക്ക് ഷോപ്പിങ്ങിനോ അതോ ഇനി ഏതെങ്കിലും അഡീഷണൽ സ്പോട്സ് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നമ്മളൊരു ബഫർ ടൈം വെച്ചതാണ്. ആൻഡ് കറൻ്റ്ലി വി ഡോണ്ട് ഹാവ് മച്ച് ഓഫ് എ പ്ലാൻ. ഇൻ ദ മോർണിംഗ് വിൽ ഗോ വിത്ത് ദ ഫ്ലോ. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം. ആൻഡ് നമുക്ക് പോകെ വിൽ ഗെറ്റ് ടു നോ വാട്ട് വി സോ ഇൻ ദ ഡേ 3. ബൈ. ഇന്ന് ഞങ്ങൾ സരോജിനി മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. സോ ഫസ്റ്റ് നമ്മൾ ബാക്കിലാണ്, ബാപ്പു മാർക്കറ്റിലാണ് പോകുന്നത്. സോ ലെറ്റ് മീ ഷോ യു. ഈ സരോജിനി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ കടകളാണ്. ഇവിടെ ഓർണമെന്റ്സിന്റെ, ഡ്രസ്സിന്റെ എല്ലാം ഉണ്ട്. എല്ലാം കാണിക്കാന്ന് വെച്ചാൽ കുറേ സമയം എടുക്കും. അപ്പം ഞാൻ ഈ ഒരു ഷോട്ട് കാണിക്കാം. ലൈക്ക് ഇങ്ങനെയാണ് ഈ മാർക്കറ്റ് മൊത്തം. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വെറൈറ്റി കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. Post that we traveled to Agra, and thanks for watching our Delhi vlog, and see you at Agra. Bye.